ഹലോ, ഇത് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഹെയർ ബാൻഡാണ്. അപ്പോൾ നമുക്കത് കണ്ടാലോ? വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. മെറ്റാലിക് ഫ്രെയിം എടുത്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ കവർ ചെയ്തതില്ലായിരുന്നു. അപ്പോൾ കവർ ചെയ്ത് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ വീതി കുറഞ്ഞതോ വീതി കൂടിയതായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ വീതി കുറഞ്ഞതുണ്ടായിരുന്നു. വീതി ഏത് വീതിയുള്ളതായാലും നമുക്ക് തീരെ വീതിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഉരുക്കി എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ വീതി ഉണ്ടായിരുന്നു അത് മതി. അതിന് ജസ്റ്റ് എന്ത് ചെയ്ത് എഡ്ജിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ചുറ്റി ഫുള്ള് ഇതിനെ ഹെയർ ബാൻഡ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കുക എന്നതാണ് ഒറ്റ ഇത്. ഞാൻ പറഞ്ഞില്ല, വീതി കൂടുതലുള്ള സാറ്റിൻ റിബണാണുള്ളതെങ്കിൽ അത് മതി. അത് കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. ഇത്രയും സമയം എടുക്കില്ല. എൻ്റെ അതില്ലായിരുന്നു. അപ്പോൾ വീതി കുറഞ്ഞതുണ്ടായിരുന്നു. വീതി കുറഞ്ഞത് വെച്ച് അങ്ങ് ചെയ്തു കേട്ടോ. ഇനി വീതി ഒത്തിരി ഇപ്പോൾ 2 ഇഞ്ചിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എത്ര നീളം വേണോ എടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ഒരു ജസ്റ്റ് കട്ട് ചെയ്ത സൈഡ് ഒന്ന് ഉരുക്കിയെടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഈ ചെറുത് ചുറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അത് പോയിട്ട് നമ്മൾ ചുറ്റുന്ന സൈഡിൽ ചുരുണ്ട് വരും. അപ്പോൾ ആ ചുരുളൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഗ്യാപ്പ് വരാതെ ചുറ്റുക. കാരണം ചെറുതാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. അത്രയേ ഉള്ളൂ. എന്നിട്ട് എഡ്ജ് ഇതുപോലെ എഡ്ജ് ഒന്ന് ഗം ഒട്ടിച്ച് കവർ ചെയ്തിട്ട് എൻഡ് ടേപ്പ് കൊടുക്കുക. എൻഡ് ടേപ്പ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഒന്നുകൂടെ ഈ സാറ്റിൻ റിബണിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് അവിടെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി ഗ്ലൂ വെച്ച് അങ്ങ് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് എൻഡ് ടേപ്പ് അവിടെ കൊടുക്കുകയാണ്. കാരണം എപ്പോഴും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമൈസേഷനൊക്കെ ആകുമ്പോൾ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ എല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ ആവശ്യത്തിനൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സാറ്റിൻ റിബണോ കൊടുത്താൽ മതി. ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങോടെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ട് സൈഡും നമുക്കിത് മീറ്റർ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്താ പറയുക, ഒരു ചെറിയ പീസ് മതി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ മെറ്റാലിക് ഫ്രെയിമിൻ്റെ എഡ്ജ് കുറച്ച് ഷാർപ്പാണ്, കുട്ടികളുടെ ഇയറിലൊക്കെ കൊള്ളും. അതുകൊണ്ട് ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഫ്ലവർ സെറ്റാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഇടകലർത്തി ഒരു വലുത് അതിൻ്റെ ഒരു ചെറുത് ഇങ്ങനെ കൊടുത്തെടുക്കുന്നു. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്ലവർ വെച്ചിട്ട്, ഏത് ഫ്ലവർ ആണെങ്കിലും നമുക്ക് കൊടുത്ത് ചെയ്യാം. ഒരു ഫ്ലവർ കൊടുത്തിട്ട് ഒരു കട്ട് ബീഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് സ്റ്റോൺ കൊടുക്കാം. അങ്ങനെ മാറി നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഫ്ലവർ ഉണ്ടെന്ന് വെച്ചോ, ഇത് ജസ്റ്റ് ഒരു ഫ്ലവർ കൊടുത്തു, അതിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യുക, അടുത്ത് വേറൊരു കളറ് അല്ലെങ്കിൽ ഒരു ബീഡ്സ് കൊടുക്കുക. അങ്ങനെ വെച്ച് ചെയ്താൽ മാത്രം മതി. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലവർ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഫ്ലവറൊക്കെ ചെയ്ത് കൊടുത്താലും ഹെയർ ബോ ചെയ്താലും ഹെയർ ബാൻഡ് ചെയ്താലും നമ്മൾ ആ ഒരു ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒരു മിനുക്ക് പരിപാടികളുണ്ട്, അവസാനത്തെ ഒരു ഫിനിഷിങ് ടച്ചപ്പ് ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളതിൽ കൊടുക്കുന്ന എക്സസൈസ്, അതിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതാണ്. അതിൻ്റെ ഒരു വളരെ സിമ്പിളായിരിക്കും, പക്ഷേ അതായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ. ഇതും വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തതാണ്. കണ്ടില്ലേ, ഞാൻ 2 ഐറ്റം ഫ്ലവേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആ ഒരു ഇതിൽ കൊടുത്തു. അതിനുശേഷം അടുത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഹെയർ ബാൻഡ് ചെയ്ത് കഴിയുമ്പോഴല്ല അതിൻ്റെ യഥാർത്ഥ ഭംഗി വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യുന്നതിലായിരിക്കും അത് സിമ്പിളായിരിക്കും. അത് കൊടുക്കുമ്പോഴായിരിക്കും ഏറ്റവും ഭംഗി. ഇതും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട, ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു വലുത് വെച്ചു, അടുത്ത് ചെറുത് വെച്ചു, ഇതിങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അതിലെല്ലാ കാര്യം അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതിലാണ് ശരിക്കും ഈ ഹെയർ ബാൻഡ് ഇതെല്ലാം മിക്കതും ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ്. ഞാൻ എൻ്റെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിൽ എന്ന് പറയുക, അത് അവസാനം കൊടുക്കുന്ന ഒരു ടച്ചപ്പിലാണ് ഏറ്റവും അതൊരു ഭയങ്കരമായിട്ട് ഭംഗിയായി മാറുന്നത് കേട്ടോ. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ഫ്ലവർ ഒരു ബിഗ് സ്മോൾ അങ്ങനെ കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു നമ്മുടെ ഫോറമിൻ്റെ വയർ എടുത്തു. അതെടുത്തിട്ട് ജസ്റ്റ് ആ വയറിലേക്ക് ജസ്റ്റ് ബീഡ്സ്, ഒരു വൈറ്റ് ബീഡ്സ്, വൈറ്റ് ആയതുകൊണ്ട് ഇനി ഓറഞ്ച് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ വൈറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സെൻറ്ററിലേക്കിട്ട് ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലേക്കും ഓരോ ബീഡ്സ്. ഇപ്പോൾ ഞാൻ ഒരു സൈഡിലേക്ക് ഒരു ബീഡ് ഇട്ടു. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ, വളരെ ഈസിയാണ്. അടുത്ത സൈഡിലേക്ക് അതിന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു ലെങ്ത് ഊഹം വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതൊന്ന് ഇത് ചെയ്തെടുക്കുക, ട്വിസ്റ്റ് ചെയ്ത്. കണ്ടോ, ഞാനപ്പോൾ അത് കുറച്ച് ചെയ്തെടുത്തു. ഞാൻ ഒന്ന് കാണിച്ചതാണ് ഇതുപോലെ. ഇനി ഇത് കൊടുത്തു കഴിയുമ്പോഴാണ് ആ ഒരു ഒറിജിനൽ അതിൻ്റെ യഥാർത്ഥത്തിലൊരു ഭംഗി വരുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ലെങ്ത് ഞാൻ ഒരു ആവശ്യത്തിന് എല്ലാം ഒരേ ലെവലിൽ കട്ട് ചെയ്തു. ഇത് നമ്മളല്ല എങ്കിൽ ചെയ്ത് പോകാമായിരുന്നു. ഞാനിത് അവസാനമാണ് കൊടുത്തത് കേട്ടോ.
നമ്മുടെ ആ ഫ്ലവറിൻ്റെ ഗ്യാപ്പിൽ ബാക്കിൽ ഇത് ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളവിടെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കാരണം നല്ല ചൂടാണ്, മെൽറ്റായിരിക്കുന്നതാണ്, അപ്പോൾ കൈയൊക്കെ വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഭംഗി വന്നത് കേട്ടോ. നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് പ്ലെയിൻ ഹെയർ ബോയും ഈ നമ്മൾ ഫ്ലവർ മാത്രം വെച്ച ഹെയർ ബോയും ആ ഒരു പോളൻസ് പോലെ കൊടുത്തതും തമ്മിലൊരു വ്യത്യാസം. ജസ്റ്റ് എൻ്റെ ഗ്യാപ്പില്ലാതെ അല്ല കേട്ടോ, ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവസാനം അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഫോൾഡ് ചെയ്യുക, എന്നിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഇതൊന്ന് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒന്നര വിട്ട് ഗ്യാപ്പ് വിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി രണ്ട് സൈഡിലും ഓപ്പോസിറ്റും എന്താ പറയുക, ഒന്നിൻ്റെ ഓപ്പോസിറ്റും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനത് ജസ്റ്റ് ഒത്തിരി ഓവറാക്കാതെ ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് അങ്ങ് കൊടുത്തു പോയി. വളരെ 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 സിമ്പിളായിരുന്നു കേട്ടോ. കണ്ടു കഴിയുമ്പോൾ നല്ലൊരു എലഗൻ ലുക്കും വളരെ സിമ്പിളായിട്ടുള്ളതുമായിരുന്നു. കാരണം ഒത്തിരി ഭയങ്കര എന്താ പറയുക മിനുക്ക് തിളക്കോ അങ്ങനെയൊന്നുമല്ല, വളരെ സിമ്പിളായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഈ ആക്സസറി ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ കാണുന്നതിനേക്കാളിലും ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് കുട്ടികൾ തലയിൽ ഹെയറിൽ വെക്കുമ്പോഴാണ്. ഹെയറിൽ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്, അത്ര കാണാനും. ഇതൊക്കെ ശരിക്കും ഒരു ക്രൗൺ പോലെ നിൽക്കും, ഒരു ക്രൗൺ പോലെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ശരിക്കും അതെടുത്ത് നിൽക്കും. അത് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. ഇതൊക്കെ ശരിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഒത്തിരി വർക്കോ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തു പറയുക, നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം. ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ പുതിയത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ പഴയ ഹെയർ ബാൻഡിലൊക്കെ ഉള്ളതാണെങ്കിലും അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും അത് ജസ്റ്റ് അവസാനം ഇത് കഴിയുമ്പോൾ ഇതിന് നമ്മൾ പോളൻസൊക്കെ വെച്ചില്ലേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.